കൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺസ് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സും നോക്കൽ അത്യാവശ്യമാണ്. കാരണം കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളിൽ കട്ട് ഓഫ് മാർക്ക് കൂടുകയോ അല്ലെങ്കിൽ എക്സാം ടൈറ്റ് ആവുകയോ ചെയ്യുമ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് നോക്കൽ അത്യാവശ്യമാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ആർ ദ 3 C ഷുഡ് ബി കൺസിഡേർഡ് ബൈ എ ബാങ്ക് ബിഫോർ ഗ്രാൻഡിങ് ലോൺ? ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യേണ്ട 3 Cകൾ എന്തൊക്കെയാണ്? 1 ക്യാരക്ടർ, 2 കപ്പാസിറ്റി, 3 ക്യാപിറ്റൽ. ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ, ഈ 3 Cകൾ ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യണം. മിനിമം ഇൻവോൾവ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ ലോൺ. Total amount of deposit received by a society minus the amount of statutory reserve is called lendable reserve. Lendable reserve എന്ന് വെച്ചാൽ total amount of deposit received by a bank minus the amount of statutory reserve. MSF അതായത് marginal standing facility is the rate which bank can borrow fund for short time overnight basis. When a banker by a request of a co-banker reveals the secret of customer's account is called common courtesy. When a banker by the request of a co-banker reveals the secret of customer's account is called common courtesy. The deposit with NBFC are not insured. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനീസ്, അതായത് മുത്തൂറ്റ് ഫിനാൻസ്, ശക്തി ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ഇതുപോലുള്ളതൊക്കെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഇവരുടെ ഡെപ്പോസിറ്റ് ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് യാതൊരു ഇൻഷുറൻസും ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ ഷെഡ്യൂൾഡ് ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, ഇവരിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. കോപ്പറേറ്റീവ് ബാങ്കുകളിലാണെങ്കിൽ 2 ലക്ഷം വരെ ഡെപ്പോസിറ്റിന് ഇൻഷുറൻസ് ഉണ്ടാവും. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് പ്രകാരം നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. The repayment of deposit by NBFC is not guaranteed by RBI. NBFCകൾ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റുകൾക്ക് RBI ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. അതിൽ RBIക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ല. ഷോർട്ട് ടേം ലോൺസ് ആർ അതർവൈസ് കാൾഡ് പ്രൊഡക്ഷൻ ലോൺ. ഷോർട്ട് ടേം ലോൺസിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ ലോൺസ്. The society shall receive deposit and loans to such extent as may be prescribed in ബൈലോ. ഒരു സൊസൈറ്റിക്ക് എത്രത്തോളം ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, അതേപോലെ ലോൺസ് കൊടുക്കാം, ഇതൊക്കെ അവരെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഡാഷ് ആർ ഡെപ്പോസിറ്റ് വിച്ച് ഷോസ് ബോത്ത് ദ ഫീച്ചർ ഓഫ് കറൻറ്റ് ആൻഡ് സേവിങ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിൻ്റെയും സേവിങ് അക്കൗണ്ടിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചർ കാണിക്കുന്ന ഡെപ്പോസിറ്റിന് പറയുന്ന പേരാണ് കാസ. ഒരു ബാങ്കിന് ഏറ്റവും കൂടുതൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കോ ഒക്കെ ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഡെപ്പോസിറ്റ് കാസയാണ്. കാരണം അവർക്ക് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട, സേവിങ് അക്കൗണ്ട് ആണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ്, 4% താഴെയുള്ള ഇൻട്രസ്റ്റ് കൊടുത്താലും മതി. ഗ്രീൻ കാർഡ് ലോൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ SBI. SBI ആണ് ഗ്രീൻ കാർഡ് ലോൺ കൊടുക്കുന്നത്. എ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിൽ മെച്ചുവേർഡ് ഓൺ ഹോളിഡേ. When will the depositor get the money at earliest than the succeeding working day? ഒരാൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ 1 ലക്ഷം
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. അതിൻ്റെ കാലാവധി കഴിയുന്ന ദിവസം ഹോളിഡേ ആണ്. അതായത് ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഡേ ആണ്. അന്ന് ബാങ്ക് അവധിയായിരിക്കും. അപ്പോൾ അയാൾക്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി എന്നാവും കഴിയുക. അപ്പോൾ ഓഗസ്റ്റ് 16 അയാളെ ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ള കാലാവധി കഴിയുക. അന്ന് വന്നാൽ അയാൾക്ക് ആ തുക പിൻവലിക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പുതുക്കി വെക്കാം. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഈസ് അതർവൈസ് നോൺ ആസ് ഡയറക്റ്റ് ലെൻഡിങ്. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡിമാൻഡ് ലയബിലിറ്റി. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഡിമാൻഡ് ലയബിലിറ്റിയാണ്. കാരണം ആ കസ്റ്റമർ എപ്പോൾ വന്ന് ചോദിച്ചാലും ആ തുക തിരിച്ചു കൊടുക്കണം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ടൈം ലയബിലിറ്റി, ഒരു നിശ്ചിത ടൈമിലേക്ക് വെച്ചതാവും ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദ മെത്തേഡ് ഓഫ് ലെൻഡിങ് അണ്ടർ വിച്ച് ഹോൾ ലോൺ റിക്വയർമെൻറ്റ് ഈസ് അറേഞ്ച്ഡ് ബൈ ബാങ്ക് ഈസ് കാൾഡ് ലോൺ സിൻഡിക്കേഷൻ. The method of lending under which whole loan requirement is arranged by bank is called loan syndication. The consideration for a fresh proposal for loan is termed as credit appraisal. The consideration for a fresh proposal for loan is termed as credit appraisal. The term run of the bank denotes withdrawal of deposit in bank. Run of the bank എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് withdrawal of deposit in bank. Securitization law gives power to bank to recover loans. Securitization law എന്തിനുള്ള അധികാരം കൊടുക്കുന്നത്? ലോൺസ് റിക്കവർ ചെയ്യാനുള്ള ബാങ്കുകളുടെ പവറിനാണ്. റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബേസിസ്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവരുടെ എക്സസ് മണി വരുമ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റിന് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ ഉണ്ട്. ആ പലിശൻ്റെ റേറ്റാണ് റിവേഴ്സ് റിപ്പോ. ഈ റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്. ദ സേഫസ്റ്റ് ലോൺ ഇൻ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഗോൾഡ് ലോൺ. തീർച്ചയായിട്ടും ഗോൾഡ് ലോണാണ്. കാരണം ഗോൾഡ് ലോൺ ഒരാൾ വെക്കാൻ വരുമ്പോൾ, കാരണം ആ ഗോൾഡ് പണയം വെച്ചിട്ടാണ് അയാൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ ബാങ്കുകൾക്ക് ഒരിക്കലും പേടിക്കാനില്ല. ഇനി അഥവാ സ്വർണം തിരിച്ചെടുക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് ലേലം ചെയ്തും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നഷ്ടം നികത്താം. പിന്നെ ഗോൾഡിൻ്റെ 85% മാർക്കറ്റ് വാല്യൂവിൻ്റെ 85% അല്ലെങ്കിൽ 75% വരെ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോൺ കൊടുക്കുള്ളൂ. അതായത് ഗോൾഡിന് മാർക്കറ്റ് വാല്യൂ ഒരു 35,000 രൂപയുണ്ടെങ്കിൽ 30,000 അല്ലെങ്കിൽ 29,000 വരെയൊക്കെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഗോൾഡ് ലോൺ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിശ്ചിത വ്യക്തി ഗോൾഡ് തിരിച്ചെടുക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗോൾഡിൻ്റെ മാർക്കറ്റ് വാല്യൂവും അതിന് വരുന്ന പലിശയും വരെ ആ ബാങ്കിന് നഷ്ടം നികത്താൻ സാധിക്കും. വീഡിയോ ലെങ്ത് പരമാവധി കുറക്കാൻ വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻസിനും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ചാനലിൽ മാക്സിമം ഇതുപോലുള്ള ടഫായിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.